ഒരു പരിപാടി ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷനിലൊക്കെ മെയിൻ ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നല്ല ഇതിന്റെ എമൗണ്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒരു ബിഗ് ബോസ് ഹൗസിലൂടെ ഇത്രയധികം റീച്ച് ഉണ്ടാക്കി അനീഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഒരു എമൗണ്ട് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉറപ്പായിട്ടും വരുന്നുണ്ടല്ലോ. അതായത് ഒരു കീപ്പ് ചെയ്യേണ്ട ഒരു മാനേഴ്സ് ആയിക്കോട്ടെ, ഒരു സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, അതും അവിടെ ഉറപ്പായിട്ടും അവിടെ സെറ്റ് ആവുന്നുണ്ട്. കാര്യം ഇത് അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയം അവിടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈ ഒരു ഗസ്റ്റിന്റെ ഒരു ദൗത്യം തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ഒരു ധർമ്മം തന്നെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊരു 100 ഒരു 1000% വരെ അനീഷ് സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് ഇടുന്നത് നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇന്നലെ തന്നെ അനീഷും അനുമോളും കൂടി ആ ഒരു ഇനോഗ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ മീഡിയകൾ ഇവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം എപ്പോഴാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി അനീഷ് ഇറങ്ങിയ സമയത്തും ഇത്തരത്തിൽ പല മീഡിയകളും ചോദിക്കുകയും അദ്ദേഹം അതിന് വേണ്ട ഇതിൽ മറുപടി കൊടുത്ത് അത് ക്ലോസ് ചെയ്തൊരു കാര്യം തന്നെ. ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്ത് അദ്ദേഹം ഈ അനുമോളെ ഒന്ന് പ്രൊപ്പോസ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇറങ്ങിയ ശേഷം അതിനെക്കുറിച്ച് അതിന്റെ പല വശങ്ങളിലൂടെയും അദ്ദേഹം സംസാരിക്കുകയും അത് പറഞ്ഞ് ക്ലോസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഈ ഒരു ചോദ്യം അദ്ദേഹത്തിന് വിടാതെ ഈ മീഡിയകൾ ഇങ്ങനെ പിന്തുടർന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടത് അവർക്കൊരു കണ്ടന്റ് കിട്ടുക എന്ന ഒരു ഒറ്റ രീതിയിൽ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് ഇതിന് ചോദിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒരു അതിരി കടക്കുന്ന സമയത്ത് പലർക്കും ഒരു കൺട്രോൾ പോകാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. പക്ഷെ അനീഷ ഒരു മാക്സിമം ലെവലിൽ കൺട്രോൾ ചെയ്ത് തന്നെ വളരെയധികം ചിരിച്ചുകൊണ്ട് തന്നെ വളരെയധികം മാന്യമായ രീതിയിൽ തന്നെ റെസ്പെക്റ്റോടുകൂടി തന്നെ അദ്ദേഹം റിപ്ലൈ എല്ലാം കൊടുക്കുന്നത് നമ്മൾ കാണുന്ന ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വീഡിയോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു പരിധി വിട്ട് കഴിഞ്ഞൊരു വെറുപ്പിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു മാന്യമായ റിപ്ലൈ തന്നെ കിട്ടണം എന്ന് 100% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മനുഷ്യരാണ്, അവർക്ക് അതിന്റെ ഒരു പരിമിതികളുണ്ട് ഉറപ്പായിട്ടും. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ വെറുപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കുക. കാര്യം അദ്ദേഹം എത്ര മാന്യമായിട്ടാണ്, എത്രയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്, പറയുന്ന മീഡിയയുമായിട്ടാണെങ്കിലും എല്ലാം സംസാരിക്കുക എത്രയധികം മാന്യമായിട്ടാണ്. സോ ആ ഒരു മാന്യതയിൽ കുറച്ചെങ്കിലും അംശമെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാനും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മീഡിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത്.